താജ്മഹലിന് നല്ല വലിപ്പവും ഭാരവും ഉള്ളത് നന്നായി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അതും പൊക്കിക്കൊണ്ട് പോയേനെ. എന്നിട്ട് അത് അവരുടെ സ്വന്തം നിർമ്മിതിയായി സൂക്ഷിച്ചേനെ. കഴിഞ്ഞ ദിവസം വദറിംഗ് ഹൈറ്റ്സ് എന്ന ചിത്രത്തിനായി നടത്തിയ ഒരു പ്രസ് ടൂറിൽ ഹോളിവുഡ് താരം മാർഗറ്റ് റോബി വളരെ അണിഞ്ഞൊരുങ്ങിയായിരുന്നു വന്നത്. അവരപ്പോൾ കഴുത്തിൽ ധരിച്ചിരുന്ന വളരെ മനോഹരമായ താജ്മഹൽ എന്ന നെക്ലേസ് ആ പ്രസ് ടൂറിലും പിന്നീട് സോഷ്യൽ മീഡിയയിലും തരംഗമായി. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ നെക്ലേസ് എന്താണ്, എങ്ങനെയാണ് എന്ന് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇത് എലിസബത്ത് ടൈലർ നെക്ലേസ് ആണ് എന്നാണ്. ശരിയാണ്, എലിസബത്ത് ടൈലർ എന്ന ഹോളിവുഡ് നടിക്ക് 50 വർഷം മുൻപ് തന്റെ 40ാം ജന്മദിനത്തിന് ഭർത്താവ് റിച്ചാർഡ് ബർട്ടൺ സമ്മാനിച്ച ഡയമണ്ടിനെ കാർട്ടിയർ എന്ന ലോക പ്രശസ്ത ജുവലേഴ്സ് ഗോൾഡ് ചെയിനോട് കൂടി ചേർത്ത് ഒരു നെക്ലേസ് ആക്കി. വളരെ അപൂർവമായി മാത്രം അത് അവർ കഴുത്തിൽ ധരിക്കുകയും വർഷങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്തു. അവരുടെ മരണശേഷം ആ ശേഖരത്തിലുണ്ടായിരുന്ന നെക്ലേസ് ആണ് മാർഗറ്റ് റോബി വാങ്ങി ധരിച്ചത്. ഇടയിൽ എപ്പോഴോ മാർഗറ്റ് റോബി പറയുന്നുണ്ട്, ഈ പരിപാടിക്ക് ടൈറ്റാനിക്കിലെ ഹാർട്ട് ഓഫ് ദ ഓഷ്യൻ എന്ന നെക്ലേസ് പോലെ പവിത്രമായൊന്ന് ധരിക്കണമെന്നുണ്ടായിരുന്നു എന്ന്. താജ്മഹലിൽ അടക്കം ചെയ്ത ഒരു സ്ത്രീയുടെ സ്വന്തമായിരുന്നു ഈ നെക്ലേസ്. അതിനാൽ ഇത് ഹാർട്ട് ഓഫ് ദ ഓഷ്യന് തുല്യമാണ്. മാർഗറ്റ് റോബി പറഞ്ഞ ആ സ്ത്രീയാണ് മുഗൾ റാണിയായ സാക്ഷാൽ മുംതാസ് മഹൽ. അക്ബർ ചക്രവർത്തിയുടെ മകൻ ജഹാംഗീർ ഭാര്യയായ നൂർജഹാന് സമ്മാനിച്ച ആ ഡയമണ്ടിൽ നൂർജഹാന്റെ പേരിനൊപ്പം ഇങ്ങനെ എഴുതിയിരുന്നു, പ്രണയം എന്നും നിലനിൽക്കും. ആ ഡയമണ്ട് പിന്നീട് ജഹാംഗീറിന്റെ മകനായ ഷാജഹാനിലേക്ക് വന്നു ചേരുകയും അത് അയാൾ സ്വന്തം ഭാര്യയും പ്രേമഭാജനവുമായ മുംതാസ് മഹലിന് സമ്മാനിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ എല്ലാം മരണത്തിന് ശേഷം ബ്രിട്ടൻ ഇന്ത്യ മുഴുവൻ കീഴടക്കി 2 നൂറ്റാണ്ടോളം അധീനതയിൽ വെച്ച് അവരെ കൊണ്ടാവാവുന്ന അത്രയധികം സമ്പത്തും ചരിത്ര സൂക്ഷിപ്പുകളും കൊള്ളയടിച്ചു കൊണ്ടുപോയി. 1765നും 1938നും ഇടയിൽ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സമ്പത്തിന്റെ ഇന്നത്തെ മൂല്യം ഏകദേശം $45 ട്രില്യൺ ആണെന്നാണ് ഇക്കണോമിസ്റ്റ് ഉട്ന പട്നായിക് രേഖപ്പെടുത്തുന്നത്. അതായത് ഇന്ന് ഒരു വർഷത്തെ ആഗോള GDPയുടെ പകുതിയോളം. മാർഗറ്റ് റോബിയുടെ കഴുത്തിൽ കിടന്നത് അങ്ങനെ ഒരിക്കൽ ഇന്ത്യയുടെ പക്കൽ നിന്നും അപഹരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ അവർ ആ മാല ഉപയോഗിച്ചതല്ല പ്രശ്നം, അതിന്റെ പ്രോപ്പർ ക്രെഡിറ്റ് ഇന്ത്യക്ക് കിട്ടാത്തതാണ്. ഒരു മാലയുടെ വസ്ത്രത്തിന്റെ പേരിലുള്ള ക്രെഡിറ്റ് അത്ര പ്രശ്നമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായി ബാക്കിയുള്ള ചില കാര്യങ്ങൾ വീണ്ടും ട്രെൻഡ് ആകുമ്പോൾ അതിനൊപ്പം അതിന്റെ ഒറിജിനും ചരിത്ര പശ്ചാത്തലവും പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ചെക്ക് വസ്ത്രങ്ങളില്ലേ, ഷർട്ടായും ടോപ്പായും ഒക്കെ ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഹോളിവുഡ് സിനിമകളിലൊക്കെ താരങ്ങൾ ധരിക്കുന്ന ആ ചെക്ക് ഡിസൈൻ ഇന്ത്യയിൽ നിന്നും അതും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കയറ്റി അയക്കപ്പെട്ടതാണെന്ന് എത്ര പേർക്കറിയാം. മദ്രാസ് ചെക്കിന്റെ ഗുണമേന്മ കാരണം അത് വളരെ പെട്ടെന്നാണ് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും പിന്നീട് വെസ്റ്റേൺ കൺട്രീസിലേക്കും എത്തിയത്. എന്നാൽ ഈ ചരിത്രം നമ്മൾ ഇന്ത്യൻസിന് പോലും അത്ര പിടിയില്ല. കേരിബുത്ത പേഴ്സി പാറ്റേൺ ആക്കിയതും ബന്ദാനെ ബാൻഡാനെ ആക്കിയതും ധോത്തി ഹരേം പാൻസ് ആക്കിയതും നമ്മുടെ ദുപ്പട്ട അവർ സ്കാൻഡിനേവിയൻ സ്കാർഫ് ആക്കിയതും ഒക്കെ ഇന്ത്യയെ എന്നും മോശം സൈഡുകളിൽ മാത്രം അഡ്രസ് ചെയ്ത് ശീലമുള്ള ചിലരുടെ കുസൃതി മാത്രം. കോഹിനൂറും ടിപ്പുവിന്റെ വാളും ആഭരണങ്ങളും അമരാവതി മാർബിൾസും സ്വർണ്ണ സിംഹാസനവും ഒക്കെ അപഹരിച്ചത് പോട്ടെ, ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ മൂവി പ്രീമിയറിനും മറ്റുമൊക്കെ ഇന്ത്യൻ കലാകാരന്മാർ അവരുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കാനായി അവ ചോദിച്ചാൽ നൽകില്ല. എന്നാൽ പോപ്പ് സ്റ്റാർസിനൊക്കെ കാർട്ടിയർ പോലുള്ള കോർപ്പറേറ്റുകൾ സന്തോഷപൂർവ്വം നൽകും. ഫാഷനും കലയും ഒക്കെ അടിച്ചു മാറ്റിക്കോട്ടെ, എന്നാൽ സൂക്ഷ്മമായ മാറ്റം വരുത്തി അത് അവരുടെ കണ്ടുപിടുത്തം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു സംസ്കാരത്തെയാണ് ഇക്കൂട്ടർ തള്ളിക്കളയുന്നത്.